ഭക്ഷണം കഴിക്കുമ്പം ചിലപ്പോൾ ഇവൻ വെള്ളം കുടിക്കുമ്പോൾ പോലും ഹൈപ്പറായിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ഗ്യാസ് വന്ന് നിറയുക, തലവേദന എടുക്കുക, വല്ലാത്ത ശരീരത്തിൽ ക്ഷീണം തോന്നുക, ചിലപ്പം കീഴ്വായു പോകുക, അതിലും സ്മെല്ലോട് കൂടിയുള്ള കീഴ്വായു. ഇതൊക്കെ പലപ്പോഴും ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കോൺസ്റ്റിപ്പേഷൻ ടൈപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പത്തിക് മെഡിക്കൽ സെൻറ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ. എൻ്റെ അടുത്ത് വരുന്ന ഒരു മിഡിൽ ഏജ്ഡ് സ്ത്രീയാണ്. പുള്ളിക്കാരിക്ക് ഒരു 10 വർഷമായിട്ട് ഒരു ദുരിതമാണ്. എന്താണെന്ന് പറയട്ടെ, എവിടെയും പോകാൻ പറ്റില്ല, ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്കും പോകാൻ പറ്റുന്നില്ല, യാതൊരു വിധത്തിലൊരു സമാധാനമായിട്ടൊരു ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എന്നും ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ്. എന്താണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം? പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഒരു ഗതിയിലാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 2-3 മണിക്കൂർ എടുത്ത് ഡൈജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫുഡ്. പിന്നെ നമ്മൾ ഹോൾ ഡേയിൽ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമായിരിക്കും നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ടാവുക, 1-2 പ്രാവശ്യം മാക്സിമം. പക്ഷേ ഇവരുടെ കേസിൽ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവരുടെ കേസിൽ അങ്ങനെയല്ല. ഭക്ഷണം കഴിക്കുമ്പം ചിലപ്പോൾ ഇവൻ വെള്ളം കുടിക്കുമ്പോൾ പോലും ഹൈപ്പറായിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന ഫുഡ് കഴിക്കാനോ പേടിയാണ്. കാരണം എപ്പോഴാണ് ടോയ്ലറ്റിൽ ഓടി പോകേണ്ടതെന്ന് അറിയില്ല. രണ്ടാമത്തെ ഒരു സിംറ്റം, വയറിന് അതിയായ വേദന വരിക, ഗ്യാസ് നിറയുന്ന മാതിരി തോന്നുക, ദഹിക്കാത്ത ഭക്ഷണം അതേപോലെ പോകുക. ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തന്നെ 2 തരമുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഡയറിയ ബേസ്ഡ് ആയിട്ടുള്ളത്, അത് ഡയറിയ പ്രീഡോമിനൻ്റ് ആണ്. ഇത് കൂടാതെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളതുമുണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം അല്ലേ. അപ്പം ഈ മലബന്ധമുള്ള ടൈപ്പ് ഉള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഓഫ് കോഴ്സ് മലബന്ധമാണ്, ടോയ്ലറ്റിൽ പോകാൻ സാധിക്കില്ല. അതോടനുബന്ധിച്ച് ഗ്യാസ് വന്ന് നിറയുക, തലവേദന എടുക്കുക, വല്ലാത്ത ശരീരത്തിൽ ക്ഷീണം തോന്നുക, ചിലപ്പം കീഴ്വായു പോകുക, അതിലും സ്മെല്ലോട് കൂടിയുള്ള കീഴ്വായു. ഇതൊക്കെ പലപ്പോഴും ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കോൺസ്റ്റിപ്പേഷൻ ടൈപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം ചില ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ചിലപ്പം കാണും. ലൈഫിൽ കുറച്ച് കാലത്തേക്ക് ചിലപ്പം ഡയറിയ പ്രീഡോമിനൻ്റ് ആയിരിക്കും, പക്ഷെ കുറച്ച് കാലം കോൺസ്റ്റിപ്പേഷൻ പ്രീഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ പേഷ്യൻ്റെ കേസും അത് തന്നെയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തു. കാരണം പലപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം നോർമലായിരിക്കും. എൻഡോസ്കോപ്പി ചെയ്യുന്നു, കൊളനോസ്കോപ്പി ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ഗട്ട് ലൈനിങ്ങിലൊന്നും യാതൊരു മാറ്റവും ഇല്ല, അൾസേഴ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമൊക്കെ എല്ലാവരും വിചാരിക്കും ഇവർ ചുമ്മാ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവർക്ക് ടെൻഷൻ കൊണ്ട് വരുന്നതാണ്. സ്ട്രെസ്സ് ഒരു ട്രിഗറിങ് ഫാക്ടറാണ്, പക്ഷേ സ്ട്രെസ്സ് കൊണ്ട് മാത്രം ഇങ്ങനെ വരില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ഡിസീസാണ്. പല കാര്യങ്ങളും ഇൻവോൾവ് ആണ് ഇതിൽ. അതിന് നമ്പർ 1 ഇപ്പോൾ പല ഗവേഷണങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മുടെ ദഹന പ്രക്രിയയിൽ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതെപ്പോഴും സിഗ്നൽ അയച്ചുകൊണ്ടേയിരിക്കും തലച്ചോറിന്, നമ്മൾ എന്ത് കഴിച്ചു, അതിൽ ഡേഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ വേണ്ടേ. കാരണം എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അതിൽ ടോക്സിൻസ്, പോയ്സൺ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത പല കാര്യങ്ങളും അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് ഡിറ്റക്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുക. ഒന്നിൽ നമ്മൾ ഛർദ്ദിച്ച് കളയണം, അല്ലെങ്കിൽ വയറിളക്കി കളയണം. കാരണം അത് അവിടെ ഇരുന്നാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് എപ്പോഴും ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്താൽ തലച്ചോറ് സ്വാഭാവികമായിട്ട് തിരിച്ച് റിപ്ലൈ അയക്കും, ഓക്കെ ഇദ്ദേഹം പ്രശ്നക്കാരന്, ഇദ്ദേഹത്തിന് നമ്മുടെ വയറ്റിൽ നിന്ന് കളഞ്ഞോളൂ. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഡയറിയ ആയിട്ട് പോകുന്നത് അല്ലേ, വയറിളകി പോകുന്നത്. പക്ഷേ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ഒരാൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എന്ത് കഴിച്ചാലും ഇത് ഹൈപ്പറായിട്ട് റിയാക്ട് ചെയ്യും. ഒരു വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. എന്താ സംഭവം, ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇത് എന്തോ പ്രശ്നക്കാരനാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇതൊരു അബ്നോർമൽ ഡിറ്റക്ഷൻ ആണല്ലേ. സാധാരണയായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡിലൊന്നും പ്രശ്നങ്ങളില്ലെങ്കിൽ ഉടനെ നമ്മൾ വയറിളകി പോകേണ്ട ആവശ്യമില്ല. അപ്പം ഒട്ടും സമയം ഈ കഴിച്ച ഭക്ഷണം നമ്മുടെ ചെറുകുടലിൽ, കാരണം ചെറുകുടലിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള എല്ലാ പോഷകാംശവും ചെറുകുടലിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചെറുകുടലിൽ യാതൊരു ടൈമും കിട്ടാതെ ഈ ഫുഡ് അതേപടി തന്നെ ഡൈജസ്റ്റ് ചെയ്യാതെ പോലും വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രെസ്സ്. എന്താണ്? ഗട്ട്
ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഹെൽത്തി ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയുടെ അഭാവം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു തോട്ടം മാതിരിയാണ്. നമ്മൾ നല്ല ചെടികളൊക്കെ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ കാട് കയറും അല്ലേ, അനാവശ്യമായിട്ടുള്ള കള വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും നടന്നതിന് മുമ്പ് ഈ കളകളെല്ലാം നീക്കം ചെയ്യണം. ആ ഒരു പ്രക്രിയ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദഹനത്തിൽ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, ചെറിയ കുടലിൽ, വൻകുടലിലെല്ലാം ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ പലപ്പോഴും അതും അവിടെ ഇരുന്ന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കി ടോക്സിൻസ്, പല വിഷവസ്തുക്കളും ഉണ്ടാക്കുന്നു. ഇതും പലപ്പോഴും നമ്മുടെ ചെറിയ കുടൽ വലിച്ചെടുക്കുന്നു, രക്തത്തിൽ കൂടെ കലരുന്നു. അപ്പം അതും ഒരു റിയാക്ഷനായിട്ട് നമുക്ക് വരും. ഇനി വേറൊരു സിറ്റുവേഷൻ പറയട്ടെ, പലപ്പോഴും നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, നമ്മൾക്കറിയാം നമ്മൾ കുട്ടിക്കാലത്തേക്ക് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്നൊരു എക്സാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വയറിനകത്തൊരു ഫീലിംഗ് വരും അല്ലേ, നമുക്ക് ഓടി ടോയ്ലറ്റിലൊക്കെ പോകാൻ തോന്നും. അത് നമ്മുടെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, അതായത് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം അതിനോട് പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ട്രെസ്സ് വരുന്ന സമയത്തും ഇത് ചിലപ്പോൾ നമുക്ക് ട്രിഗർഡ് ആവും. ഇതാണ് ഡയറിയ ടൈപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇതിൽ ഏറ്റവും വലിയ ട്രിഗർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു പ്രശ്നക്കാരനായിട്ട് ചിത്രീകരിച്ച് അതിന് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, നമ്മൾ നിത്യോപയോഗം ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹൈ ഫോഡ്മാറ്റ് ഫുഡ് എന്ന് പറയും. അതായത് ആപ്പിൾസ്, നമ്മൾ കഴിക്കുന്ന ആപ്പിള്, അത് സാധാരണ നമ്മൾ രീതിയിൽ പറയുന്നത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ്. പക്ഷേ IBS-D, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഡയറിയ ടൈപ്പ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആപ്പിൾസ് കഴിക്കാൻ പറ്റില്ല. വേറൊന്നാണ് ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ എന്താ പറയുക ബീൻസ്, പയറുവർഗ്ഗങ്ങൾ. ഇതെല്ലാത്തിലും ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് റിയാക്ട് ചെയ്ത് വയറിളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ റിയാക്ഷൻ കുറയും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഗോതമ്പ്, ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം പലപ്പോഴും മിക്കവർക്കും സെൻസിറ്റീവാണ്. അപ്പോൾ അതും നമ്മൾ ചിലപ്പം അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യുക, അത് കഴിക്കാതിരിക്കുക. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന നേരത്തെ ഇതിലൊക്കെ ഫൈബർ നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമുക്ക് കഴിക്കാം എന്നാണ്. പക്ഷേ എല്ലാവർക്കും കഴിക്കാം, പക്ഷേ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പം എല്ലാ ഫുഡും നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. സെക്കൻഡ് തിങ്, നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യണം. കാരണം സ്ട്രെസ്സ് വന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സിന് നമുക്ക് ഒരു പോസ് എടുത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് സമാധാനമായിട്ടിരുന്ന് ദീർഘശ്വാസമൊക്കെ എടുത്ത് വിടുമ്പോഴത്തേക്ക് ആ ഇമ്മീഡിയറ്റ് സ്ട്രെസ് റിയാക്ഷൻ നമുക്ക് ശരീരത്തിൽ കുറയും. അപ്പോൾ അതൊരു നല്ലൊരു രീതിയാണ്, നമുക്ക് എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു കുറച്ച് ചോയ്സസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സിന്തറ്റിക് ഭക്ഷണങ്ങൾ, അതായത് ഷെൽഫിൽ ഒരുപാട് നാൾ വെച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാക്കും, അതിനകത്ത് കളറുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഗട്ട് ലൈനിങ്ങിന് ഇറിറ്റേറ്റ് ചെയ്ത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഓർഗാനിക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഓർഗാനിക്കിൻ്റെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അധികം പെസ്റ്റിസൈഡ്സ്, ഈ എന്താ പറയുന്നത് കെമിക്കൽസ് ഇല്ലാത്ത ഫുഡ് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല, ഇത് കൂടാതെ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റും ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കെട്ട ബാക്ടീരിയനെ മാറ്റി നല്ല ബാക്ടീരിയനെ കൊണ്ടുവരണം. പിന്നെ ഈ ഓവർ റിയാക്ഷൻ ഉണ്ടാകുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മുടെ പ്രതിരോധത്തെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ചെയ്യണം. പക്ഷേ തുടക്കത്തിൽ നമുക്ക് സിമ്പിൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്കുള്ള ആ റിയാക്ഷൻ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.